ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്ന ഇന്നത്തെ ലോകത്ത് കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ കൈകൾ കൊണ്ട് നടക്കുന്ന പണമെന്ന് പറയുന്ന നോട്ടുകളോ നാണയങ്ങളോ ഉണ്ടാകില്ല. എല്ലാം നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചായിരിക്കും ഇടപാടുകൾ നടത്തേണ്ടത്. ഇപ്പോൾ തന്നെ 90% ഇടപാടുകളും മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് ഓൺലൈൻ വഴി എങ്ങനെ ഇവയെല്ലാം ചെയ്യാമെന്ന് അറിയാതിരുന്നാൽ പുറത്തുപോയി ഒരു ചായ കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓൺലൈൻ വഴി നടത്താവുന്ന എല്ലാ രീതിയിലുമുള്ള പണമിടപാടുകളും നമ്മുടെ ഫോണിലെ ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഗൂഗിൾ പേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പണമിടപാട് സംബന്ധിച്ചുള്ളത്, അതുപോലെ ഇവ എങ്ങനെ ഗൂഗിൾ പേയിൽ ഉപയോഗിക്കാം തുടങ്ങിയവയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ട്യൂട്ടോറിയലാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എൻ്റെ ഫോണിലെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എൻ്റെ സിമ്പൽ കാണും. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് നമുക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ ഇനി നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ നിങ്ങൾ GPay എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്. GPay, ഗൂഗിൾ പേ എന്നൊന്നും ടൈപ്പ് ചെയ്യേണ്ട. GPay എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ടാവും. ഇതെവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ ആയിരിക്കും ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാനും. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ. അതിൻ്റെ വിശദമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ അവസാനവും ഞാനത് ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ട് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഭാഗം ഒഴിവാക്കുകയാണ്. കാരണം എല്ലാവർക്കും ഇപ്പം മിക്കവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് എന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. കാരണം നമ്മൾ എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നെങ്കിലും അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് നോക്കുക. അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എല്ലാം ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതുപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നമുക്ക് ഇവിടെ യൂസ് പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ലോക്കിലുള്ള നമ്പർ പിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പിൻ നമ്പർ, അതായത് ഫോൺ ലോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലേ, ആ ലോക്ക് ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം. ഇവിടെ നമ്മുടെ ബയോമെട്രിക്, അതായത് ഫിംഗർ പ്രിന്റ് ലോഗിങ് ഉള്ള ഫോണാണെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോണിലുള്ള ഫിംഗർ പ്രിന്റിലൊന്ന് ടച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഓരോ കാര്യങ്ങളും വളരെ നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പേഴ്സോ പൈസ 1 രൂപ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ ഫോൺ കൊണ്ട് പോകാൻ പറ്റും. അതിൽ ഈ ഗൂഗിൾ പേ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ മാത്രം ഉണ്ടായാൽ പോലും നമുക്ക് അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇടപാടുകളും നടത്താൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഓരോ കാര്യങ്ങളും സംബന്ധിച്ച് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇവിടെ QR കോഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാർകോഡ്, അവിടെയുള്ള കടയിലുള്ള QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ സാധനം വാങ്ങിച്ചതിൻ്റെ പൈസ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ QR കോഡ് സ്കാൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ അതാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്യുന്നത് മനസ്സിലാവും. അടുത്ത് വരുന്നത് പേ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതും പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. ഈ പേ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുകൾ ഉണ്ടാവില്ലേ, ആ മൊബൈൽ നമ്പറുകളിലേക്ക് നമുക്ക് പൈസ അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാവും, ഈ ഫോൺ നമ്പറുകളൊക്കെ നമ്മുടെ അവർ ഗൂഗിൾ പേ ഉപയോഗിച്ചാൽ മാത്രമാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെയല്ല. അവർക്ക് ഫോൺ പേയോ പേടിഎമ്മോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൻ്റെ UPI ID ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ UPI IDയിലേക്കാണ് നമ്മൾ മൊബൈൽ നമ്പർ വഴി പൈസ അയക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ പേ ഇല്ലെങ്കിൽ പോലും ഈ പേ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പേ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ന്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരേ സമയം നമ്മുടെ ഫോണിലെ കോണ്ടാക്ട്സിലുള്ള ഒരു 10 പേർക്ക് ഒരുമിച്ച് പൈസ അയക്കണം. അപ്പോൾ ഒരു ദിവസം വീട്ടിലൊരു 10 പേര് ജോലിക്ക് വന്നു, അവർക്കെല്ലാം ഫോൺ പേ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ
അപ്പോൾ എന്ത് ചെയ്യാം, ഫോൺ പേയോ പേടിഎം ഏതെങ്കിലും ഉണ്ടാകും അവരെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ ഈ ന്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവരെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ ക്ലിക്കിന് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനും നമുക്ക് പറ്റും. നമ്മുടെ ഫോൺ ബുക്കിലുള്ള ഓരോരുത്തരുടെയും നമ്പറിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഫ്യൂച്ചറാണ്. അപ്പോൾ ഈ പേ കോൺടാക്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഏതൊരാളുടെ നമ്മുടെ ഫോൺ ബുക്കിലുള്ള ഏതൊരാൾക്കും പൈസ അയച്ചു കൊടുക്കാം. ഇനി അടുത്ത് വരുന്നത് പേ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാണ്. ഇതും നമുക്ക് എവിടെ പോയാലും അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ബുക്കിലൊന്നും ആരുടെ നമ്പർ ഇല്ല എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ പേ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവരുടെ മൊബൈൽ നമ്പർ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് പൈസ അയക്കാൻ പറ്റും. അടുത്ത് വരുന്നതാണ് ബാങ്ക് ട്രാൻസ്ഫർ. ഇനി നമുക്ക് നമ്മൾ ഒരാൾക്ക് പൈസ അയച്ചു കൊടുക്കണം. കുറച്ച് പ്രായമായ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാളാണ്. അവർ ഫോൺ പേ, ഗൂഗിൾ പേ അങ്ങനെയുള്ള ഒരു കാര്യം ഉപയോഗിക്കാത്തവരാണ്. അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്കൊരു 1000 രൂപയോ അല്ലെങ്കിൽ 10,000 രൂപയോ അയക്കേണ്ടതെങ്കിൽ നമുക്ക് ഈ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അവരുടെ അക്കൗണ്ട് നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവരുടെ പാസ്ബുക്കിലുണ്ടാവും. അതിനുശേഷം വീണ്ടും അതേ അക്കൗണ്ട് നമ്പർ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവരുടെ ബാങ്കിൻ്റെ IFSC കോഡ് ടൈപ്പ് ചെയ്യുക. IFSC കോഡ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് കോഡാണ്. അത് നമുക്ക് അവരുടെ പാസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അത് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യുക. പിന്നെ റെസിപ്റ്റ് നമ്പർ, അതായത് നമുക്ക് അവരുടെ പേരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളോട് ടൈപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ അക്കൗണ്ട് നമ്പർ ആരുടെ പേരാണോ അതിവിടെ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ UPI പിൻ നമ്പറൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ, അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത്രയാണ് ഈ 3 ഓപ്ഷനിൽ വരുന്നത്. അടുത്ത് വരുന്നത് പേ UPI ID. ഇതെന്താണെന്ന് ഭയങ്കര സംശയമാണ് പലർക്കും. അപ്പോൾ ഈ പേ UPI ID എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് മറ്റൊരാളുടെ UPI ID, നമ്മുടെ UPI ID എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെ കാണാം UPI ID എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൽ അയക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ UPI ID ഇവിടെ അയച്ചു കൊടുക്കാൻ കഴിയില്ല. മറ്റൊരാളോട് UPI ID വഴി പൈസ അയക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ അവരോട് പറയുക, ഇങ്ങനെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു UPI ID കാണും. അപ്പോൾ അതിൽ ഈ ഭാഗം ഞാൻ കാണിക്കുന്ന ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കോപ്പി ആവും. അതിനുശേഷം എന്ത് ചെയ്യാം, അവരോട് നമ്മുടെ വാട്സപ്പിലേക്ക് ഈ UPI ID സെൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് വാട്സപ്പ് തുറക്കുമ്പോൾ UPI ID കിട്ടും. അതിനെ എടുത്തിട്ട് കോപ്പി എടുത്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ അതിനെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇത് നമ്മുടേതല്ല, ഞാനിത് സിമ്പിളായിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മുടെ UPI ID അല്ല, നമ്മുടെ UPI ID നിന്ന് നമുക്ക് തന്നെ അയക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ അയക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, മറ്റൊരാളിൽ നിന്നും നമുക്ക് പൈസ സ്വീകരിക്കാൻ ഈ കോൺടാക്ട് നമ്പർ ഉപയോഗിക്കാം, പൈസ അയച്ചു കൊടുക്കാൻ. അതായത് അവരുടെ UPI ID വാങ്ങുക, അതിനുശേഷം അയക്കുക. അപ്പോൾ ചിലർക്ക് ഗൂഗിൾ പേ ഒന്നും ഉപയോഗിക്കാത്തവരായിരിക്കും. അപ്പോൾ അവർക്ക് SBIയിലോ BIM SBI എന്ന് പറഞ്ഞിട്ട് അല്ലെ ഫെഡറൽ ബാങ്കിൻ്റെ UPI ID ഒക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവർ നമ്മുടെ കോൺടാക്റ്റിലൊന്നും ഉള്ളവരല്ല എങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഈ UPI ID വാങ്ങിച്ചിട്ട് പൈസ അയക്കാം. ചിലപ്പോൾ ഏതെങ്കിലും സ്കൂൾ ഫീസ്, ഏതെങ്കിലും കമ്പനിക്കൊക്കെ ചില പൈസ അയച്ചു കൊടുക്കുക, അവർ UPI ID തരും. അപ്പോൾ അത് നമുക്ക് ഇവിടെ UPI ID എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ആ UPI ID കൊടുത്തിട്ട് നമുക്ക് താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ കൊടുത്ത് UPI ID വഴി പൈസ അയക്കാം. ഇനി അടുത്ത് വരുന്നത് സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടാണ്. ഇതെന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ പേയിൽ എന്താ ചെയ്തിരിക്കുക, ഒരു ബാങ്ക് അക്കൗണ്ട് സ്വാഭാവികമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക്. ഞാനിവിടെ SBI ആണ്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ബാങ്ക് ആയിരിക്കും അവിടെ കാണാം. അപ്പോൾ നമുക്ക് മറ്റൊരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഉദാഹരണത്തിന് എനിക്ക് ICICI ബാങ്കിൽ കൂടെ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് കരുതുക. അല്ലെങ്കിൽ വേണ്ട, എനിക്കൊരു ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ട്, ഫെഡറൽ ബാങ്ക് അക്കൗണ്ടും നമുക്ക് ഇവിടെ ഈ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ ഇങ്ങനെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫെഡറൽ ബാങ്കോ ICICI ഏത് വേണമെങ്കിലും കാണാം. അപ്പോൾ ഞാനിവിടെ ICICI ബാങ്കിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ ICICI എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ കണ്ടിന്യൂ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള, അതായത് SBI ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിപ്പോൾ ഈ ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഈ ICICI ആയിരുന്നാലും ബാങ്ക് ഓഫ് ബറോഡ ആയിരുന്നാലും നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ആഡ് ചെയ്ത ഒരു നമ്പർ ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ വേണമെങ്കിൽ കാണിക്കാം, ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്.
അപ്പോൾ നമ്മളിവിടെ സെർച്ച് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനൊന്ന് ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ കാണിക്കും. ഇതിൽ ഏത് അക്കൗണ്ട് വേണം, എനിക്ക് ഫെഡറൽ ബാങ്കിൽ 2 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്കിത് ആഡ് ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ ടിക്ക് മാർക്ക് വന്നു. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ അക്കൗണ്ട് നമ്മുടെ ഈ ഗൂഗിൾ പേയിൽ ആഡാകും. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിൽ 2 ബാങ്ക് അക്കൗണ്ട് ആഡായി. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിതിൽ വേണമെങ്കിൽ സെറ്റ് UPI പിൻ നമ്പരൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ നമുക്ക് ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ ഇതുപോലെ 2 ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് വരാം. നമ്മളിവിടെ സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ SBI ബാങ്കിൽ നിന്നും ഫെഡറൽ ബാങ്കിലേക്ക് പൈസ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഫെഡറൽ ബാങ്കിലാണ് സെലക്ട് ടു ബാങ്ക് ട്രാൻസ്ഫർ ഫ്രം, ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അയക്കണമെന്നാണ്. അപ്പോൾ ഞാനിവിടെ SBI സെലക്ട് ചെയ്തു. അപ്പോൾ SBI ബാങ്കിൽ നിന്നും ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. അതിനുശേഷം എത്ര രൂപ, അതായത് നമ്മുടെ തന്നെ SBI ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നമ്മുടെ തന്നെ മറ്റൊരു ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ അയക്കണമെന്ന് ചോദിക്കുന്നുണ്ടോ. ഞാനിവിടെ ജസ്റ്റ് 1 രൂപ എന്ന് കൊടുത്തു. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൊക്കേഷനൊക്കെ ഓൺ ചെയ്ത് കൊടുത്ത് നമുക്ക് UPI പിൻ നമ്പർ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് 2 ബാങ്ക് അക്കൗണ്ടുകൾ, അതിൽ പരസ്പരം പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പേ ബിൽസ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ പേ ബിൽസ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്കിവിടെ മൊബൈൽ റീചാർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണാം. ഈ മൊബൈൽ റീചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പരോ മറ്റൊരാളുടെ മൊബൈൽ നമ്പറിലോ റീചാർജ് ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ പേ ബിൽ എന്ന് പറയുന്നതിന് മുന്നേ ഇതുകൂടെ ഒന്ന് പറയാം. മൊബൈൽ റീചാർജ് ആണെങ്കിൽ നമ്മുടെ ഫോൺ റീചാർജ് ചെയ്യാൻ ഈ മൊബൈൽ റീചാർജ് എന്ന ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ നിന്ന് കോൺടാക്റ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റീചാർജ് ചെയ്യാം. നമ്മുടെ സിം പ്രൊവൈഡർ ജിയോ ആണോ എയർടെൽ ആണോ BSNL ആണോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്പോൾ നമുക്ക് താരിഫുകൾ കാണാം. അതിൽ നിന്നും നമുക്ക് ഓഫറുകൾ നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഉള്ള പേ ബിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഈ പേ ബിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഇങ്ങനെ കുറച്ച് കാര്യം, ചിലപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് ഇത്തരത്തിലൊരു കാര്യമൊന്നും വരില്ല. അതായത് ഇതുപോലെ ആയിരിക്കും വരുന്നത്. പേയ്മെൻറ്റ് കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ റീചാർജ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇവിടെ കുറച്ച് മൊബൈൽ നമ്പരൊക്കെ ആദ്യം വരുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ ഇവിടെ താഴെ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വ്യൂ ആണെന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ താഴേക്ക് വന്നിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മൊബൈൽ റീചാർജ് നേരത്തെ പറഞ്ഞ അതേ കാര്യം ഇവിടെ ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്യാം. നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാം. നമ്മുടെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റും. കറണ്ട് ബില്ല് നമുക്ക് എവിടെ ഇരുന്നു കൊണ്ടും ഇന്ത്യയിൽ തന്നെ ഏത് സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് ജില്ലയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ കറണ്ട് ബില്ല് ഇതുവഴി അടയ്ക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ നമ്മൾ വിശദമായി ചെയ്തതാണ്. അപ്പോൾ DTH റീചാർജ് ചെയ്യാം. കേബിൾ TV ഉണ്ടെങ്കിൽ അത് റീചാർജ് ചെയ്യാം. ഫാസ്റ്റാഗ്, നമ്മുടെ കാറിൻ്റെ ഫാസ്റ്റാഗ് ഇതുവഴി റീചാർജ് ചെയ്യാം. ഗൂഗിൾ പേ, അതായത് നമ്മൾ ഗൂഗിൾ പേ വഴി ഏതെങ്കിലും പേയ്മെൻറ്റ് ആപ്പുകൾ വാങ്ങണമെങ്കിൽ നമുക്കിത് ഈ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല്, നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിൻ്റെ ബില്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ബില്ല് നമുക്ക് അടയ്ക്കാൻ പറ്റും. നമ്മുടെ ഗ്യാസ് നമുക്ക് ഇതുവഴി ബുക്ക് ചെയ്യാൻ പറ്റും. ഗ്യാസ് സിലിണ്ടർ നമുക്ക് ഓഫറുകളും കിട്ടുന്നതാണ്. പിന്നെ വരുന്ന ബ്രോഡ്ബാൻഡ് കണക്ഷൻ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്ന ബ്രോഡ്ബാൻഡ് കണക്ഷൻ റീചാർജ് ചെയ്യാൻ വരുന്നത്. പിന്നെ പോസ്റ്റ് പെയ്ഡ് മൊബൈൽ, നമുക്ക് ബില്ല് വരുന്ന മൊബൈൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ബില്ലും നമുക്ക് ഈ ഓപ്ഷൻ വഴി അയക്കാം. ഇനിയും കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വ്യൂ ആണെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇവിടെ കാണാം. വിശദമായിട്ട് തന്നെ നമുക്ക് കേബിൾ ടിയുടെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വിശദമായിട്ട് കാണാം. ഇതിലൊന്നും നിങ്ങൾക്ക് നോക്കിയെടുക്കാം. പിന്നെ വരുന്ന ഇൻഷുറൻസ്, നമുക്ക് ഇൻഷുറൻസ് അടയ്ക്കാൻ പറ്റും. ഇവിടെ ലോൺ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ലോൺ, അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഓൺലൈനായിട്ട് എടുത്ത ലോണുകൾ നമുക്ക് അടയ്ക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് എടുത്ത ലോണും അല്ലാത്ത ലോണുകളും നമുക്ക് അടയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ലോൺ EMI എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് ഓൺലൈൻ ലോണാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാൻ പാടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ സെർച്ച് ബാറിൽ നമുക്ക് ആ
ഓൺലൈൻ ലോണിൻ്റെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക, അപ്പം കിട്ടും. അത് സെലക്ട് ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ട് ലോൺ അടയ്ക്കാൻ പറ്റും. അത് വരുന്ന ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. പിന്നെ മുനിസിപ്പൽ ടാക്സ്, അതായത് നമുക്ക് വീട്ടുകാരും ഒക്കെ നമുക്കിത് ഇവിടെ ഈ ഓപ്ഷൻ വഴി അയക്കാം. നമുക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ നഗരസഭയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ ഒക്കെ പോയി നിന്ന് കരമടയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒഴിവാക്കാം. ഇപ്പോൾ അക്ഷയ വഴിയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അക്ഷയ വഴിയൊക്കെ ചെയ്യുന്നതിനേക്കാളും നമുക്ക് തന്നെ ₹1 ചിലവില്ലാതെ അടയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് നമുക്ക് ഇതുവഴി ചെയ്യാം. അതായത് മാസം ഉള്ള ഒരു സേവിങ് ഡെപ്പോസിറ്റിൻ്റെ പൈസയൊക്കെ നമുക്ക് ഇതുവഴി അടയ്ക്കാൻ പറ്റും. പിന്നെ സബ്സ്ക്രിപ്ഷൻ ഫീസ് നമ്മൾ ഏതെങ്കിലും, അതായത് ആമസോൺ പ്രൈം മൂവി അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റ്ഫ്ലിക്സോ ഏതെങ്കിലും ഒക്കെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈൻ തൊഴിൽ വീതിയുടെയോ തൊഴിൽ വാർത്തയുടെയോ ഒക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൗസിംഗ് സൊസൈറ്റി, ഹോസ്പിറ്റലിൻ്റെ ബില്ല് കൊടുക്കാം. ഡൊണേഷൻ, ക്ലബ്ബ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ലയൺസ് ക്ലബ്ബ് പോലെയുള്ളതിനൊക്കെ നമുക്ക് ഇതുവഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി കുറേ അധികം കാറ്റഗറീസ് താഴെ ഇവിടെ ഉണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ, അപ്പോൾ അതായത് നമുക്ക് ഏതെങ്കിലും കാറ്റഗറി തിരഞ്ഞെടുത്ത് അവർക്കൊരു കോൺടാക്റ്റിലേക്ക് പൈസ അയക്കുന്നതിനുമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരൊറ്റ ആപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഈ പേ ബിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പേ ബിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പൈസ ബില്ലുകളെല്ലാം ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്നത് ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ UPI. നമ്മുടെ UPI ഏതാണെന്ന് ചോദിച്ചാൽ ഒരാൾ നമ്മോട് ചോദിക്കുകയാണ്, നമുക്ക് കുറച്ച് പൈസ തരാനുണ്ട്. അപ്പോൾ അയാൾ പറയണം നിൻ്റെ UPI ഒന്ന് പറഞ്ഞുതാ, എന്നാൽ ഞാൻ അതിലേക്ക് പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ UPI പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ ഇതിനെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ വാട്സപ്പ് വഴി അവരുടെ നമ്പറിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് തരും. അവർ ചെയ്യുന്നത് ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇനി താഴേക്ക് വരുമ്പോൾ നമ്മൾ പൈസ അയച്ച കുറേ ആൾക്കാരുടെ കോൺടാക്ട് ലിസ്റ്റൊക്കെ കാണാം. അപ്പോൾ നമുക്ക് അതുവഴി പെട്ടെന്ന് പൈസ അയക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഇവിടെ വരും. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏതെങ്കിലും ബില്ലൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കും. അത് കഴിഞ്ഞ് ഇവിടെ റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ അധികം റിവാർഡ്സുകൾ കാണാം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിവാർഡ്സുകളാണ് ഇവിടെ ഇത്രയും രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറേ അധികം സ്ക്രാച്ച് കാർഡൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് നോക്കാം. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ പൈസ കിട്ടുന്നതാണ്. അപ്പോൾ ₹5 മുതൽ ₹50 വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ക്യാഷ് ഓൺ നെക്സ്റ്റ് മർച്ചൻറ്റ് പേയ്മെൻറ്റ്, നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ₹5 മുതൽ ₹10 വരെ കിട്ടും. ഇങ്ങനെ എനിക്ക് കുറേ അധികം പേയ്മെൻറ്റുകൾ കിട്ടി. ചിലത് വരുമ്പോൾ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നോക്കാം, ഓരോന്നും സ്ക്രാച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതേപോലെ കുറേ അധികം നോക്കിയിട്ടില്ല എങ്കിൽ സ്ക്രാച്ച് കാർഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. എനിക്കിവിടെ ഒരു ₹6 വീണ്ടും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇപ്പോൾ തൽക്കാലം പേഴ്സിലോ പൈസ ഒന്നും കൊണ്ട് നടക്കാറില്ല. ഈ ഗൂഗിൾ പേയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പൈസയൊക്കെ നമുക്ക് ₹1 പോലും കറക്റ്റ് ചില്ലറ എല്ലാം കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ പൈസയും ഇതുവഴി ഒരു ചെറിയൊരു ക്യാഷ് ബാക്കും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കുറേ അധികം ഇതിൽ ഒന്നും ഉണ്ടാവില്ല, ചിലതിൽ മാത്രമാണ്. ഇവിടെ എനിക്ക് ₹6 അപ്പോൾ തന്നെ ഇത് അക്കൗണ്ടിൽ ആഡായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ കുറേ അധികം നമുക്ക് കാണാൻ പറ്റും, റെഡീം ചെയ്തെടുത്തതും എല്ലാ കാര്യവും. അപ്പോൾ ഇതാണ് റിവാർഡ്സ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓരോ പേയ്മെൻറ്റും നമ്മൾ സാധാരണ കടയിൽ പോയി ഏതെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ റിവാർഡ്സ് പോയിന്റ് സ്ക്രാച്ച് കാർഡ് വരും. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊള്ളാം. സാധാരണ കടയിൽ പോയി ചില്ലറ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവരൊരു ₹5 മുട്ടായി തരും. ₹3 മുട്ടായി അവർക്ക് കിട്ടുന്നതാണ് ₹5 വരുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത മുട്ടായി നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. ശരിക്കും അങ്ങനെയുള്ള ചില്ലറ പ്രോബ്ലം അല്ല. നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി അയക്കാനും പറ്റും. അതുപോലെ എന്ത് ചെയ്യാം, റിവാർഡ്സും കിട്ടും. അടുത്ത് വരുന്നത് ഓഫർ എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും ഈ ഓഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് പ്രയോജനം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ ഇന്ത്യൻ ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓഫറാണ്. അപ്പോൾ നമുക്ക് ഒരു എക്സ്പയറി ഡേറ്റിനകത്ത് വെച്ചിട്ട് നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ കുറേയധികം ഓഫറുകൾ ഇവിടെ ഇങ്ങനെ താഴോട്ടൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളൊരു പറ്റിപ്പാണ്. നമ്മളിതിൽ തല വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം നമ്മൾ ഓഫർ കണ്ടിട്ട്
ഇപ്പോൾ നമുക്ക് ഒരാവശ്യം ഇല്ലാതെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. പെട്രോളിൻ്റെ ഒക്കെ ആണെങ്കിൽ ആവശ്യമുണ്ട്. നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഏൺ ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പെട്രോൾ അടിച്ച് കഴിയുമ്പോൾ ഇതുവഴി നമുക്ക് ആ ഓഫർ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു കാര്യമാണ്. പക്ഷെ അല്ലാതെ നമ്മൾ ഇവിടെ കാണാം 5 പൈസ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട്, നമുക്കിപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, 1000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെറുതെ പുലിവാല് പിടിക്കരുത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. അതേപോലെ ഇവിടെ ഒരു 1000 രൂപ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ലോണാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും അവർ. ചിലപ്പോൾ നമ്മൾ അതിൽ വീഴാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട. അടുത്ത് വരുന്ന റെഫറൽസ് എന്ന് പറഞ്ഞാണ്. ഈ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റെഫർ ചെയ്ത് മറ്റൊരാൾ ഗൂഗിൾ പേ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇൻവൈറ്റ് എന്ന് പറഞ്ഞത് അതിവിടെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ വാട്സപ്പ് വഴി നമുക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും ഗൂഗിൾ പേ അക്കൗണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കിതാ ഇവിടെ കാണാം 101 രൂപ, അല്ലെങ്കിൽ ഈ 101 രൂപയും കിട്ടും, അവർക്ക് 21 രൂപയും കിട്ടും. അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് റെഫറൽസ് എന്ന് പറഞ്ഞാൽ. എനിക്ക് അങ്ങനെ കുറേ അധികം പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾക്ക് റെഫറൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അടുത്ത് വരുന്ന ഇൻഡ് ഹോം എന്ന് പറഞ്ഞിട്ടാണ്. ഇത് നമുക്ക് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, എന്നാലും ഞാൻ പറയാം. ഇൻഡ് ഹോം എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമാണ്. അതായത് നമ്മൾ ഒരു വെറുതെ ഒരു പണി ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഫ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ കുറച്ച് അധികമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ നമുക്കൊരു വീടായിട്ട് ഇവർ തരും. അപ്പോൾ ആ വീടിനെ നമ്മൾ പണിയുക, അതായത് ഒരു ഗെയിമാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഗെയിമൊക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം മറ്റൊരാളുടെ ഫ്രണ്ട്സിന്, ഗെയിം കളിച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആപ്ലിക്കേഷനിലേക്ക് എപ്പോഴും ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അവർ തരുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം ഇതുവഴി നമുക്ക് ചെറിയ ഓഫറുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1ാം സമ്മാനം എത്ര കിട്ടി, അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഓരോ സമയത്തും ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ലോൺ ആൻഡ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്രൊമോഷന് താഴെയായിട്ടാണ് ഇവിടെ വരുന്നത്. ഈ ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ നമുക്കൊരു ആപ്ലിക്കേഷൻ തന്നെ വന്നിട്ടുണ്ട്, ഓഫറാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഒരു ലോൺ എടുക്കണമെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഓപ്ഷൻ വഴി ഉപയോഗിക്കാം. ഇവിടെ ഈ ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം സ്റ്റാർട്ട് യുവർ ലോൺ ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ലോൺ എമൗണ്ട് എത്രയാണ്, 10,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ഓൺലൈനായിട്ട് കിട്ടും. 500 രൂപയാണ് മാസം, മന്ത്ലി 500 രൂപ മുതൽ നമ്മൾ എമൗണ്ട് കൂടുന്നതനുസരിച്ചിട്ട് 1 വർഷത്തേക്കാണ് കിട്ടുന്നത്. 1 വർഷം 6 മാസം, 1 വർഷം 24 മാസം വരെയാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫീസ്, അതായത് ഇൻട്രസ്റ്റ്, പലിശ വരുന്നത് 15% 1 വർഷം. അപ്പോൾ വളരെ കൂടിയൊരു പലിശയാണ്. നമുക്ക് സാധാരണ 7% പലിശയ്ക്കൊക്കെ ബാങ്കിൽ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഇരട്ടിയിലധികം പൈസ കൊടുത്ത് വാങ്ങുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് ലോൺ എടുത്തിട്ട് അടച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരിക്കലും ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഓൺലൈൻ ലോണുകൾ നമ്മൾ എടുത്ത് അടയ്ക്കാതിരിക്കരുത്. അപ്പോൾ എടുക്കുകയാണെങ്കിൽ അത് അടയ്ക്കാൻ ശ്രമിക്കുക. ആദ്യമേ ലോണ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നും കൂടെ ഞാൻ പറയുന്നത്. ഇനി ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ യുവർ ലോൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോണിൻ്റെ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഇനി വരുന്നത് ഒരു ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഈ ഗോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്വർണം വാങ്ങാൻ പറ്റും. അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള സ്വർണ്ണമാണ് വാങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് 5.35 കിലോ വാങ്ങാം. അതായത് നമുക്കിവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് എത്ര രൂപയ്ക്കാണോ വാങ്ങേണ്ടത്, 200 രൂപയ്ക്ക് വേണമെങ്കിൽ 100 രൂപയ്ക്ക് വേണമെങ്കിൽ വാങ്ങാം. 201 രൂപയ്ക്ക് 37.6 മില്ലിഗ്രാം കിട്ടും. നമുക്കിവിടെ ബൈ കൊടുത്ത് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വാങ്ങിയുള്ള ഗുണവും ദോഷവും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. നമുക്ക് ഗോൾഡൊന്നും കിട്ടൂല, ഡിജിറ്റൽ ഗോൾഡാണ്. അപ്പോൾ സ്വർണം വില കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്കിവിടെ സെൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ ഡിജിറ്റലായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണത്തെ വിൽക്കാൻ പറ്റും. ഇനി നമുക്കിവിടെ ഡെലിവറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബൈ ചെയ്ത സാധനം ഡെലിവറി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വീട്ടിൽ ഗോൾഡ് കോയിനായിട്ട് നമുക്ക് ഇവർ തരുന്നതാണ്. അത് ഡിജിറ്റൽ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഈ ലോൺ എന്ന് പറഞ്ഞതും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ
ഓൺലൈൻ ലോണുകൾ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറേയധികം സംശയം ഉണ്ടാവും. അപ്പോൾ പല സൈസിലുള്ള ലോണുകളുണ്ട്, ഓൺലൈൻ പല തട്ടിപ്പുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. അപ്പോൾ ഗോൾഡ് ലോൺ ആണെങ്കിൽ ഗോൾഡ് ലോണല്ല, ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതും ഒരുപാട് ആപ്ലിക്കേഷൻസ് വഴിയൊക്കെ ഉണ്ട്. സോവറൻ ഗോൾഡൊക്കെ വാങ്ങുന്നതായിരിക്കും ഇതിനേക്കാളും ബെറ്റർ. ഏഞ്ചൽ ലോണിലൊക്കെ നല്ല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കുക. ഇത് ഇതുവഴി നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത് വരുന്നത് ഷോർട്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ എന്ത് ഇടപാട് നടത്തി കഴിഞ്ഞാലും നമുക്ക് ഈ ഷോർട്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ഏറ്റവും താഴെ വരുന്ന ഓപ്ഷനിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് ഞാൻ കിട്ടിയതാണ് ഈ 6 രൂപ റിവാർഡ്സ് പോയിന്റ്. അപ്പോൾ അതുവരെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. എല്ലാ കാര്യവും നമ്മൾ ഓരോ ആളിനും പൈസ അയച്ചതും കടയിൽ പോയതും എല്ലാ സാധനവും പേയ്മെൻറ്റ് ചെയ്തെല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദമായിട്ട് അറിയാൻ അതിൽ തന്നെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ്സ് ആണ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ഏത് ബാങ്കിലാണ് ക്രെഡിറ്റ് ആയത്, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവും. അടുത്ത് ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതാണ് നമുക്ക് എപ്പോഴും ആവശ്യപ്പെട്ടത്. നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയെന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ ഓപ്ഷൻ വഴി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ ഒരു ബാങ്ക് കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഏത് ബാങ്കിൻ്റെ ബാലൻസ് ആണോ അറിയേണ്ടത്, അപ്പോൾ ആ ബാങ്കിനൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ SB ആണ് അറിയേണ്ടെങ്കിൽ SBI സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാലൻസ് ഇവിടെ കാണിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ബാങ്ക് ബാലൻസ് അറിയേണ്ടത്. ഇനി ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാനിവിടെ പറഞ്ഞതാണ്. അതായത് നമുക്കിവിടെ ബിസിനസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്കിവിടെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഗൂഗിൾ പേയിൽ നമുക്ക് കിട്ടും. അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് നമുക്ക് റെഡ് ബസ്, അതായത് ഓൺലൈനായിട്ട് ബസ് ബുക്ക് ചെയ്യാൻ നമുക്ക് ഈ റെഡ് ബസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇത് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ്. ഇത് ഓൺലൈൻ IFFL ലോണാണ്. അതുപോലെ ഇങ്ങനെയുള്ള കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ കാണാം. ഇതൊക്കെ പരസ്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലൊക്കെ പോയി തല വയ്ക്കുക, അല്ലെങ്കിൽ ഇതിലൊന്നും പോകാതിരിക്കുക. ഈ ഫുഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടോ, ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, ഇവിടെ ഒരു ആരോ കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൊമാറ്റോ വഴി ഓൺലൈനായിട്ട് KFC ചിക്കൻ എന്ത് സാധനവും നമുക്ക് ഫ്രഷ് ടു ഹോം ഏത് വേണമെങ്കിലും ഓൺലൈനായിട്ട് വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് തരും അവർ. അപ്പോൾ നമുക്ക് ഓർഡർ കൊടുക്കുക സൊമാറ്റോ. അപ്പോൾ നമുക്ക് ഓർഡർ കൊടുക്കാം, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സൊമാറ്റോ ആപ്ലിക്കേഷനിലേക്ക് പോകും. അതിനുശേഷം നമുക്കറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് ഓഫറുകൾ വഴി പൈസ കിട്ടുകയും റിവാർഡ്സ് പോയിന്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ 5 പൈസ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയായിരിക്കും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതൊന്നും അത്ര നമ്മളത് ഉപയോഗിക്കാതിരിക്കുക. ഓൺലൈൻ ലോൺ അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ എനിക്കിവിടെ ഡ്രാഗ് ചെയ്തിട്ടത് വരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിൽ തന്നെ താഴേക്ക് വരുമ്പോൾ അവിടെ ഡെയിലി എസെൻഷ്യൽസ് എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ആപ്ലിക്കേഷൻസുകളിലെ ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് എൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ അതായത് ജിയോ മാർട്ട് അറിയാം, ഇന്ത്യൻ ഓയിൽ, കൗണ്ട് 3 ഫുഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രാവൽ ചെയ്യാൻ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടെ ട്രാവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിലേക്ക് പോകാം. അതായത് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് ഈ ട്രാവൽ എന്ന് പറയുന്നതിനകത്ത് തന്നെ. അതായത് നമുക്ക് ഓൺലൈനായിട്ട് ബസ് വണ്ടികൾ ബുക്ക് ചെയ്യാം, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള കുറേയധികം ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈ ട്രിപ്പ്, ഈസി മൈ ട്രിപ്പ്, അബി ബസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്ന ട്രാവലാണ്. ട്രാവലിൻ്റെ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനാണ് ഈ കൺഫേം ടിക്കറ്റ് എന്ന് പറയുന്നത്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓയോ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ടാക്സി, അങ്ങനെ ഹോട്ടലുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ഷോപ്പിങ്ങുകൾ ജിയോ മാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ വരുന്നത് ലോക്കൽ സർവീസ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് നമുക്ക്
ഓൺലൈനായിട്ടെങ്കിലും ഡോക്ടറുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസുകൾക്ക് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് ജോബ് ചെയ്യുന്നത്, അതുപോലെ ക്വിക്ക് റൈഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ളത് പിന്നെ ഗെയിമുകൾ നമുക്കറിയാമല്ലോ, ഓൺലൈനായിട്ട് ഗെയിം കളിക്കാം. ആ ഗെയിമുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ പിന്നെ കമ്മ്യൂണിറ്റി, അതായത് നമുക്ക് ഏതെങ്കിലും ഗവൺമെൻറ് സ്കീമുകളെ പറ്റിയൊക്കെ എന്തെങ്കിലും പൈസ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുന്നതിനും നമുക്ക് ഈ ഓപ്ഷനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഈ മെയിൻ ഇൻ്റർഫേസിൽ. ഇനി ഇവിടെ മുകളിൽ സെർച്ചിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇതിനകത്തുള്ള ഓപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് ക്ലിക്കായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഇവിടെ ഒരു ഓപ്ഷനാണ്, ഇത് നമ്മുടെ പ്രൊഫൈലാണ്. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ, ഇൻവൈറ്റ് ചെയ്യുന്നത്, സെറ്റിങ്സ് തുടങ്ങിയ കാര്യങ്ങൾ കാണാം. ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ നമുക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തെങ്കിലും ഇനി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനോ റിമൂവ് ചെയ്യാനും, അതുപോലെ ഡെബിറ്റ് കാർഡ് ആഡ് ചെയ്യാനും ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇത്രയുമാണ് ഇതിൽ പ്രധാനപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഗൂഗിൾ പേ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ₹1 പോലും ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ഈ ഫോണിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി ഓൺലൈൻ ട്രാൻസാക്ഷനുകളെല്ലാം ചെയ്യാനും ഇടപാട് നടത്താനും പറ്റും. ബാങ്ക് അക്കൗണ്ടിൽ പൈസ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ പേ സംബന്ധിച്ച് ഒരു കാര്യം അറിയില്ല എന്ന് പറയരുത് ഒരിക്കലും. അതുപോലെ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പഠിക്കുക. ഇനിയുള്ള കാലത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഓൺലൈനായിട്ടുള്ള ഇടപാടുകൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ആണ് ഏറ്റവും ഉപയോഗിക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിക്കുക. അപ്പോൾ അതുപോലെ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതിൻ്റെ വിശദമായ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.